ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആൻഡ് ലബോറട്ടറീസ് ഓഫ് ലീഗൽ മെട്രോളജി. ആദ്യത്തേത് OIML, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ലീഗൽ മെട്രോളജി. ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയത് 1955. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ പാരീസ്, ഫ്രാൻസിലാണ്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് അളവ് ഉപകരണങ്ങൾക്ക് അന്തർദേശീയ മാനദണ്ഡങ്ങൾ തയ്യാറാക്കുക, ലോകമെമ്പാടും ഏകീകൃത ലീഗൽ മെട്രോളജി പ്രോത്സാഹിപ്പിക്കുക, അന്തർദേശീയ വ്യാപാരം സുഗമമാക്കുക, ഉപഭോക്താക്കളെ സംരക്ഷിക്കുക എന്നതാണ്. അടുത്തത് ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ് ആൻഡ് മെഷേഴ്സ്. ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയത് 1875. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ സെൻറ്റ് ക്ലൗഡ്, ഫ്രാൻസ് ആണ്. SI യൂണിറ്റുകളുടെ അന്തർദേശീയ നിലവാരം സംരക്ഷിക്കുക, ശാസ്ത്രീയമായ മെട്രോളജിക്ക് നേതൃത്വം നൽകുക എന്നതാണ്. നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി. ഇത് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത് ന്യൂഡൽഹിയാണ്. 1947 ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ഇത് പ്രവർത്തിക്കുന്നത് CSIRൻ്റെ അണ്ടറിലാണ്. ദേശീയ അളവ് മാനദണ്ഡങ്ങൾ സംരക്ഷിക്കുക, അളവ് ഉപകരണങ്ങളുടെ കാലിബ്രേഷൻ നടത്തുക, ഗവേഷണം എന്നിവയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ. അടുത്തത് ഇന്ത്യൻ ഗവൺമെൻറ് മിൻറ്റ്. ഗവൺമെൻറ് മിൻറ്റുകൾ നാണയങ്ങൾ, മെഡലുകൾ, ദേശീയ പുരസ്കാരങ്ങൾ എന്നിവയാണ് നിർമ്മിക്കുന്നത്. ഇത് മെയിനായിട്ട് 4 സ്ഥലത്താണ് ഉള്ളത്: മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ്, നോയിഡ. അടുത്തത് RRSL, റീജിയണൽ റഫറൻസ് സ്റ്റാൻഡേർഡ് ലബോറട്ടറി. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ കാലിബ്രേഷൻ നടത്തുക, സ്റ്റാൻഡേർഡ് വെരിഫൈ ചെയ്യുക, അളവ് ഉപകരണങ്ങൾ പരിശോധിക്കുക എന്നതാണ്. അടുത്തത് റഫറൻസ് സ്റ്റാൻഡേർഡ് ലബോറട്ടറി. റഫറൻസ് സ്റ്റാൻഡേർഡുകൾ സംരക്ഷിക്കുക, സംസ്ഥാന ലീഗൽ മെട്രോളജി വകുപ്പിനാവശ്യമായ സാങ്കേതിക സഹായം നൽകുക, ഏകീകൃത ഉറപ്പാക്കുക. അടുത്തത് സ്റ്റേറ്റ് ലീഗൽ മെട്രോളജി. തൂക്ക് യന്ത്രങ്ങളുടെയും അളവ് ഉപകരണങ്ങളുടെയും പരിശോധനയും സ്ഥിരീകരണവും, പാക്ക് ചെയ്ത ഉപകരണങ്ങൾ പരിശോധിക്കുക, തൂക്ക് അളവുപകരണങ്ങളുടെ നിർമ്മിതിക്കും വിൽപ്പനക്കാർക്കും റിപ്പേഴ്സിനും ലൈസൻസ് നൽകുക, ഉപഭോക്തൃ സംരക്ഷണം ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം.